എന്റെ കുട്ടി ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്. സുവച്ചനോട് പിണങ്ങി കുട്ടി. നന്ദന്ന് ഇവിടെ കിടക്കുന്നേ? അമ്മേനോട് മിണ്ടൂലേ? അതെന്താ അമ്മേനോട് എന്തിനാ പിണങ്ങുന്നേ? ഡ്യൂട്ടിക്ക് പിന്നെ നിന്നെ കൂട്ടി പോവാൻ പറ്റും എനിക്ക്? നാളെ ഉച്ചയ്ക്കേ ഡ്യൂട്ടിക്ക് പോവുള്ളൂ. രാവിലെ അമ്മേന്റെ മോളെ കൂടെ ഉണ്ടാവും. അപ്പൊ അമ്മേനോട് പിണങ്ങല്ലേ? സുവച്ചൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണെന്ന് അവിടെ കിടക്കണ്ടെന്ന്. തൽക്കാലം തെറ്റിലൊക്കെ മറന്ന് അമ്മേന്റെ കൂടെ വന്ന് കിടക്കും. ഇവിടെ കിടക്കില്ല. അപ്പൊ അമ്മയ്ക്ക് കുട്ടി ഉണ്ടാവില്ല. കുട്ടി ഈ പറഞ്ഞിട്ട് കേട്ടില്ല. ഈ ബേബീനെ ഒന്നും വേണ്ട എനിക്ക്. എനിക്ക് എന്റെ ബേബീനെ മതി. എനിക്ക് കുട്ടിയില്ലാതെ കിടക്കാൻ പറ്റൂല. പഠിപ്പിക്കുമ്പോ അക്കൂനെ പഠിപ്പിക്കുമ്പോ നീ എന്റെ മടിയിൽ കയറി ഇരുന്നപ്പോ ഞാൻ ചീത്ത പറഞ്ഞു ഇല്ലേ? കാരണം എന്താ, ഈ അമ്മ അക്കൂനെ പഠിപ്പിക്കുന്ന ടെൻഷനിലായിരുന്നു. അപ്പൊ ഒരാള് മടിയിലിരിക്കുമ്പോ ഈ അമ്മയ്ക്ക് അക്കൂനെ പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. വാ അമ്മേനെ മോള് വാ. ഇവിടെ കിടന്ന ഒരു പ്രശ്നമുണ്ട്. പാമ്പോ കുറുക്കനോ ഒക്കെ വന്ന് പിടിച്ചോണ്ടോ. കുറുക്കൻ ചിലപ്പോ വരും. രാത്രി ആയി കഴിഞ്ഞാൽ കുറുക്ക് ഏത് ഒട്ടേക്കോണിയും കയറി വരും. അമ്മേന്റെ കൂടെ വാ. അമ്മ കുട്ടി ഒറ്റയ്ക്ക് കിടക്കണ്ട. അത് എങ്ങനെയാ കുറുക്കൻ അങ്ങനെയൊക്കെ വരാൻ പറ്റും. അത്രയും കുഞ്ഞു കുറുക്കനൊക്കെ ഉണ്ട് ഇവിടെ. പിണക്കൊക്കെ ശരിയാക്കുക. വാ അമ്മ ശരിയാക്കിയ പിണക്കൊക്കെ. വാ അമ്മേന്റെ പൊന്ന കേട്ടോ. അമ്മേന്റെ പൊന്നല്ലേ, എല്ലാം ശരിയാക്കും. അമ്മ ശരിയാക്കും എല്ലാ പിണക്കും. സുവച്ചനെ നല്ല അടി കൊടുക്കും അമ്മ. സുവച്ചന്റെ ചെവി അമ്മ ഇങ്ങനെ പിടിച്ചു തിരിക്കാം. മറക്കൊന്നുമില്ല, അമ്മ ചെയ്യും. വാ അമ്മേന്റെ പൊന്നു. കുട്ടികള് പിണങ്ങി കിടക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് കുറുക്കം വരും. കുറുക്കം വരും. അമ്മമാരോട് പിണങ്ങി കിടക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് കുറുക്കം വരും. ഓക്കെ, പിണങ്ങണ്ട കേട്ടോ. അപ്പളും ഇല്ല ഇപ്പളും ഇല്ല. അപ്പൊക്കെ തിന്നു. തൽക്കാലം ഗുഡ് നൈറ്റ് പറ. നമുക്ക് ഉറങ്ങാം. എന്നാ നന്ദക്കുട്ടി ഉറങ്ങണ്ട, അമ്മ ഉറങ്ങണം. പക്ഷെ എന്റെ കുട്ടി എനിക്ക് അടുത്ത് വേണം. അമ്മയ്ക്ക് അമ്മേന്റെ കുട്ടീനെ അടുത്ത് വേണം. കുറുക്കൻ്റെ വന്നാലേ എന്റെ ഈശ്വരന്മാരെ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഉറങ്ങുക കേട്ടോ. നന്ദക്കുട്ടി ഉറങ്ങൂല, അമ്മ ഉറങ്ങുകയാണ്.